വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനാഘോഷവേളയിൽ നമുക്ക് ഒരുമിച്ച് 2 സലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ശരി, ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ പിന്നെ ഒരു പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് കരുതി. അതെ, അകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് പലരും പലരോടും പിണക്കത്തിലാണ്. സ്വന്തം ഉമ്മയോട്, ഉപ്പയോട്, കൂട്ടുകാരോട്, കൂടപ്പിറപ്പിനോട്, അയൽവാസിയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അങ്ങനെ നീളുന്നു ഈ പട്ടിക. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്ന എത്ര ആളുകളാണ് നമുക്ക് ചുറ്റും. അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോടായി ചില കാര്യങ്ങൾ പറയട്ടെ. ഒരാളോട് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? ഇത് ഒരിക്കലുമില്ല. ഇതെന്റെ വകോളല്ലോ. മദീന പള്ളിയിൽ തിങ്ങുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. 5-ന് പകരം 50 വഖത്ത് നിസ്കരിച്ചാലും, 30 ദിവസത്തിന് പകരം 30 വർഷം നോമ്പെടുത്താലും, 10 രൂപയ്ക്ക് പകരം 10 കോടി സകാത്ത് കൊടുത്താലും ബന്ധങ്ങൾ മുറിച്ചവരിൽ നിന്ന് അല്ലാഹു ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല. ഒന്ന് താഴ്ന്നോർത്താൽ, ക്ഷമിച്ചാൽ നമുക്ക് എന്താണ് നഷ്ടപ്പെടുക? കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് നാമെല്ലാം. അതറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കുമ്പോൾ ബന്ധങ്ങൾ പവിത്രമാകുന്നു. മുത്തുനബി പഠിപ്പിച്ച പോലെ ശത്രുക്കളോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക. സർവശക്തനായ അല്ലാഹു എല്ലാവരെയും നല്ല മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.